ഞാൻ അത് കൂടെ കയറി നിന്നിട്ട് ഇത് കൂടെ ഇറങ്ങി. ഇത് വഴി തെറ്റി പണ്ടാറ. ഞാൻ അപ്പം അത് കൂടെ പോയി. 15 യൂറോ എൻ്റെ ടിക്കറ്റ്. 15 യൂറോ എന്ന് പറഞ്ഞാൽ ഞാൻ 1500 രൂപയുടെ മേലുണ്ട്. അത് വെറുതെ പോയി. ഗൈസ് പണി കഴിഞ്ഞു. അപ്പോൾ നമ്മളിന്ന് ഫ്രീ ആണ്. ഇനി ഒരു ദിവസം മൊത്തം കിടക്കാം. നാളെ രാവിലെ 9 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ പിന്നെ ഒരു ദിവസം നമ്മൾ പാരീസിലുണ്ടല്ലോ, എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുത്തുമണി ദർശനില്ലേ, നമ്മുടെ DOP സിനിമാറ്റോഗ്രാഫർ, അവൻ്റെ ഏട്ടൻ സ്റ്റോറി കണ്ടിട്ട് വിളിക്കുന്നത്. ഏട്ടാ ഞാൻ പാരീസിലാണ്, നീ വന്നിട്ട് എന്താ പറയായിരുന്നു, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വർക്കാണ്, എനിക്ക് 2-ാം തീയതി രാത്രി വർക്ക് കഴിയുള്ളൂ, അത് കഴിഞ്ഞിട്ട് കാണാം, 3-ാം തീയതി എന്തായാലും ഫ്രീ ആണ്. അങ്ങനെ പറഞ്ഞപ്പോൾ കിരണേട്ടൻ പറഞ്ഞു, എടാ 2-ാം തീയതി വൈകിട്ട് ഞാൻ സ്പെയിനിൽ ഒന്ന് വൈഫുമായിട്ട് കറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ആകെ ബാഡ്. അപ്പോൾ എന്നിട്ട് പുള്ളി ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ ചാവി ഇവിടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഫ്രണ്ടിൻ്റെ നമ്പർ അയച്ചിട്ടുണ്ട്, നീ ഇവിടെ ഫ്ലാറ്റിൽ വന്നിരുന്നു. പാരീസിൽ എല്ലാവരും കൂടെ എയർപോർട്ടിലേക്ക് വന്നു, മറ്റന്മാരുടെ കൂടെ ഇവൻറ്റിൻ്റെ ആൾക്കാർ. റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ട്രെയിൻ കയറി പൊക്കമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫ്ലൈറ്റ് കയറി പോയി. റെയിൽവേ സ്റ്റേഷൻ എവിടെ തിരിഞ്ഞ് നടക്കണം, പണ്ടാറങ്ങ ഇവിടെ ഒന്നും അല്ല കേട്ടോ. ഞാൻ കഥയും പറഞ്ഞിട്ട് വേറെ എങ്ങോട്ട് പോയി. ചിത്രം വരച്ചിട്ട് അങ്ങോട്ട് താഴെ പോകണത്ര. ശരി എന്നാ. അപ്പോൾ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് വഴിയൊക്കെ തെറ്റി തിരിച്ച് വേറെ വഴിയൊക്കെ എടുത്ത് ഇതിവിടെ എയർപോർട്ട്. ഇനി ഇങ്ങനെ തിരിഞ്ഞാൽ ഇത് കൂടെ അങ്ങനെ കുറച്ച് നടന്നാൽ റെയിൽവേ സ്റ്റേഷനാണെന്നാണ് പറഞ്ഞത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്തേ ഇവിടെ മറ്റേ ഡെഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ സംഭാവന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരി വന്നിട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടൂറിസ്റ്റാണ്, എനിക്കറിയില്ല. അത് ടൂറിസ്റ്റുകളാണ് തരുന്നത്. ഞാൻ നോക്കിയപ്പോൾ 50 യൂറോ ഒക്കെ. ഞാൻ ആകെ 50 യൂറോ എടുത്തിട്ടാണ് നടക്കുന്നത്. അതിൽ കൂടുതൽ എനിക്ക് 60 യൂറോ ഒക്കെ ആവും. 60 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 രൂപയ്ക്ക് മേലെ ആയിട്ടോ. 6000 രൂപയൊക്കെ ആവും. എന്താ പറയുക, നമുക്കിപ്പോൾ പോകാൻ ക്യാബിന്. അതില്ലാത്തതുകൊണ്ട് ആകെ 50 യൂറോ മാത്രമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ട്രെയിനിൽ പോണത്. എന്നിട്ട് 50 യൂറോ ഞാൻ പുള്ളിക്കാരിക്ക് കൊടുക്കണം. അത്ര പോയിനടി അവിടുന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പോകാൻ പറ്റില്ല. അത്രേ ടിക്കറ്റ് എടുക്കണത് എവിടെയാണാവോ? നമ്മൾ പണി പാളിയിരിക്കുന്നു. ഇവിടെ എവിടെയും ടിക്കറ്റ് എടുക്കണം കാണാനില്ലല്ലോ. യൂറോ കാണാത്തവർക്ക് ഇതാണ് 50 യൂറോ. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഒക്കെ എന്തൊക്കെയോ ഉണ്ട്. അതാണ് 50 യൂറോ. ഇത് ഞാൻ കൊടുക്കാൻ പോവാ. നാട്ടിലുള്ളവരൊക്കെ വന്ന്, നാട്ടിലല്ല, ഈ എയർപോർട്ടിലുള്ളവരൊക്കെ വന്ന് ചോദിക്കും, എന്താണ് നായി നിനക്ക് തണുക്ക്? കാരണം ഞാൻ അങ്ങനെ കിട്ടിയത് 7 ഡിഗ്രിയാണ് ഇവിടെ എല്ലാവരും മറ്റേ കമ്പിളിയിലൊക്കെ പുറത്ത് സ്വെറ്ററൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ഒരു ചേച്ചിയും ചോദിച്ചു, എന്താ നമുക്ക് തണുക്കുന്നില്ലേ? ഇംഗ്ലീഷിലിടാ അങ്ങനെ എന്ന് പറഞ്ഞു. നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ട് ഇതാണ് ടിക്കറ്റ്. ഇവിടെ ഭയങ്കര മോഷണമാണെന്നുള്ളത് ഓരോരുത്തർ ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമുക്കൊരു മുഞ്ച് എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. മോഷണമല്ല, കുറച്ച് ആഫ്രിക്കക്കാർ വന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി കുറച്ച് പൈസ ഒക്കെ വാങ്ങിച്ചു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പ്രിപ്പയർഡാണ്. ഡെയിലി പൈസ ഇല്ല, ആകതേ ഉള്ളൂ. ഇതുകൊണ്ടായിട്ട് അവന്മാർ എന്ത് ചെയ്യാനാണ്? ശരി, ഇത് എന്തായാലും ബാഗിലൊക്കെ ആകതേ ഉള്ളൂ. കൂടി ഇല്ലെങ്കിൽ ഞാൻ പിന്നെ പിച്ചെടുക്കേണ്ടി വരും. ഇവിടെ വൈഷ്ണവ കഴിക്കാൻ പടിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അത് കൂടെ കയറി നിന്നിട്ട് ഇത് കൂടെ ഇറങ്ങി. ഇത് വഴി തെറ്റി പണ്ടാറ. ഞാൻ അപ്പം അത് കൂടെ പോയി. പണി പറഞ്ഞു. ഞാൻ ഇത് കൂടെ കയറിയിട്ട് അപ്പോൾ അവരങ്ങനെ വഴി കാണിച്ചപ്പോൾ ഞാൻ എന്നിട്ട് അത് കൂടെ തിരിച്ചിറങ്ങി. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. 15 യൂറോ എൻ്റെ ടിക്കറ്റ്. 15 യൂറോ എന്ന് പറഞ്ഞാൽ ഞാൻ 1500 രൂപയുടെ മേലുണ്ട്. അത് വെറുതെ പോയി. നിൽക്കുന്ന പുള്ളിക്കാരി ഉണ്ടല്ലോ, പുള്ളിക്കാരിയാണ് നേരത്തെ ഇവിടെ വന്നിട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ടിക്കറ്റ് കൊണ്ട് ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ നോക്കി. ഞാൻ ടിക്കറ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. പുള്ളിക്കാരി എന്നെ നോക്കിയിട്ട് അത് കൂടെ ഈ പുറത്തേക്ക് വന്നാണ് പറഞ്ഞിട്ട് കൈ കൊണ്ട് ഫ്രാൻസിലാണ് ചോദിച്ചത്. പക്ഷേ കൈ ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ചിരിച്ചു, എന്നാൽ പോയി എടുക്ക്, അടുത്ത ടിക്കറ്റ് എടുക്കണം, അതോ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് അറിയില്ല. ഇവിടെ എല്ലാവർക്കും നടക്കണമെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്കാരി ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചില്ലല്ലോ. നാണം കെട്ടി ഞാൻ നോക്കിയാക്കട്ടെ. ടിക്കറ്റ് എടുക്കണം പുള്ളിക്കാരി ഒരു ആഫ്രിക്കനാണ് തോന്നുന്നു. പുള്ളിക്കാരി റഫ് കിട്ടാം, കുറേ ചീത്താറുന്നു. വൈ യു ഗോട്ട് ഔട്ട്, യു ഡോണ്ട് ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ടിക്കറ്റ് വന്നു. പക്ഷേ ഇത് തന്നെ റീചാർജ് ചെയ്യുക ചെയ്തത്. അതുകൊണ്ട് 2 യൂറോ കുറഞ്ഞു. 13 യൂറോ, 1300 രൂപ. ഞാൻ കാണിച്ചാലോ. ഞാൻ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നിട്ട് ഇതേ സാധനത്തിലാണ് ഞാൻ ഇവിടെ വെച്ചു. അപ്പോൾ അത് കണ്ടോ തുറന്നു. ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ തിരിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അത് കൂടെ പോയി കഴിഞ്ഞാൽ വേറെ എസ്കലേറ്റർ ഉണ്ട് വിചാരിച്ചിട്ട് അത് കൂടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കൂടെ ആയിരുന്നു പോകേണ്ടത്. നമ്മുടെ വണ്ടി വന്നിട്ടില്ല. ഈ ബാക്കിൽ കിടക്കണതില്ല, അതിപ്പോൾ പോകും. അതല്ല, മുമ്പിൽ ഇവിടെ വണ്ടി വരാണ്ട്, ഇതാണ് വരാനുള്ളത്. അപ്പോൾ ജെൻറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ ഇപ്പോൾ കിരണാട്ടിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു 125 എന്ന് പറഞ്ഞാൽ ബസ് എടുത്താൽ മതി, അല്ലെങ്കിൽ നടക്കാൻ ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇനി പൈസ ചിലവുള്ള ഒന്നും എനിക്ക് വിധിച്ചിട്ടില്ല. 1500 രൂപ പോയത്. അതുകൊണ്ട് 1500 ഉള്ളത് നമ്മൾ അതുകൊണ്ട് നമ്മൾ നടക്കും. കുഴപ്പമില്ല, 15 മിനിറ്റ് നടന്നാലും പാരീസ് കാണാമല്ലോ, നടന്നു കാണാം. എന്നാലും 1500 രൂപ 30 സെക്കൻഡിലാണ് 1500 രൂപ പോയി. ഇവിടെ വന്നിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഈ സാധനം ഞാൻ എവിടെയൊക്കെ കുത്തിയെന്നറിയോ. മീൻസ് ഞാൻ എവിടെ വെച്ചിട്ടും അത് തുറക്കുന്നില്ല. എന്നിട്ട് അവസാനം ഞാൻ ഒരു ചേച്ചിയുടെ അടുത്ത് വെച്ച്, ചേച്ചി മറ്റേ ഇവിടുത്തെ യൂറോപ്യൻ ചേച്ചിയാണ്. ആ ചേച്ചി വന്നിട്ട് ഇങ്ങനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി എന്താണെന്നറിയില്ല, മൈൻഡ് ചെയ്താൽ പോയി. യൂറോപ്പൊക്കെ റൈസസുള്ള നാടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനാണോ പുള്ളിക്കാരി ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. മുന്നിൽ കൂടെ ഞാൻ നിന്നത് കണ്ടു തന്നെ, എന്നാലും സാരില്ല. വേറൊരു പുള്ളിക്കാരൻ വന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ ഹെൽപ്പ് അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കട അവിടെ ഒരു വട്ടം കാണിച്ചത്, അതിൻ്റെ ഉള്ളിൽ വെക്കട അവിടെയാണ്. ഞാൻ അവിടെ വെച്ചു. ഇനി നമുക്ക് നടക്കാം. നമ്മുടെ മലയാളം സിനിമയിൽ യൂസ് ചെയ്യണമെന്നു കേട്ടോ, മറ്റേ നായകന്മാരൊക്കെ വരുമ്പോൾ അങ്ങനെ അടിച്ചു വിടില്ലേ. ഇത് നമ്മൾ ഏകദേശം ഒരു കടയിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഡെറിംബ്രോനെ കിട്ടി. ഡെറിംബ്രോ ഈ കടയിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞു, ഡെറിംബ്രോ കിട്ടി, ആളെ കിട്ടി. ഡെറിംബ്രോ ഇപ്പോൾ പറഞ്ഞു നമുക്ക് ഡെറിംബ്രോൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ചില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ കിരണാട്ടിൽ അവിടെ പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പുള്ളി ലീവ് എടുത്തിരിക്കത്തന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് കറങ്ങാമെന്ന് പറഞ്ഞു. ഇന്ന് ഫുള്ള് കറക്റ്റ്. അതിന് മുമ്പ് ഇന്നലത്തെ കുറച്ച് വള്ളി തീർക്കാണ്ട് എനിക്കൊരു 2-3 മണിക്കൂർ എനിക്ക് എൻ്റെ പണി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാം. ഞാൻ നേരത്തെ കുറച്ച് വർക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞില്ലേ, കുറച്ച് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇരുന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ഇനി എന്താ നമ്മുടെ പ്ലാൻ? എന്താ നമ്മൾ എയ്ഫൽ ടവറിൻ്റെ അവിടേക്ക് ആദ്യം ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞാൽ എയ്ഫൽ ടവർ. അതാ എന്താണത്? അയ്യോ നമ്മൾ അങ്ങനെ പറയും. അപ്പൊ അവിടെ ഇറങ്ങിയിരിക്കണം. ലോകാത്ഭുതങ്ങളിൽ നിന്നൊക്കെ മാറ്റി എന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് എയ്ഫൽ ടവർ എപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ. ഒരു ടെലിഫോൺ ഇതുപോലൊക്കെ തോന്നും, പക്ഷെ ഇവിടുന്ന് ഒരു സീൻ കിട്ടും. കുറച്ചും കൂടി അങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു സീൻ വ്യൂ കിട്ടും. ഈ വ്യൂ തണുപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? നല്ല തണുപ്പുണ്ട്. നിങ്ങൾ മറ്റേ ഈ സ്വെറ്റർ തന്നുകൊണ്ട് കുറച്ചുകൂടി നിൽക്കണം. ഏതാണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് ദൂരം. ഇത് ഏതാ സ്ഥലം മനസ്സിലായി? ഇത് മറ്റേ ജോൺ വിക്കില്. അതെ ഫൈറ്റ്. ജോൺ വിക്കിലെ ക്ലൈമാക്സ് ഫൈറ്റ് 8 മണിക്ക് കറക്റ്റ്. ഇപ്പൊ സമയം 7:54, രാത്രി 7:54. ഒരു 6 മിനിറ്റിനുള്ളിൽ ഇപ്പൊ അത് ബ്ലിങ്ക് ചെയ്യും. ഇവിടെ ഉള്ളവർ പറയുന്നത് നല്ല ആൽക്കഹോളിക് വെതർ എന്ന് പറയാ. നമ്മുടെ മലയാളികൾക്ക് ആൽക്കഹോളിക് വെതർ തന്നെ. ഇതെങ്ങനെ ഈഫിൽ ടവറൊക്കെ കണ്ട് മൂടായിപ്പോൾ സത്യ എൻ്റെ ജിമ്മാണ്, മറ്റേ ജിം ട്രെയിനറാണ്. ഡയറ്റൊക്കെ പറഞ്ഞായിരുന്നു. ഒരു 2 ബിയർ അടിക്കാതെ ഒരു സുഖമില്ലാന്ന് വിചാരിച്ചു. 2 ബിയർ അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഡെറിംബ്രോ അടിക്കില്ല അത്രേ. പക്ഷേ എനിക്ക് ബിയർ അടിക്കണ സ്പോട്ട് കാണിച്ചു തരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ബിയർ വാങ്ങിച്ചു തരാം. ബിയർ കിട്ടിയിരിക്കണം. അപ്പോൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് അങ്ങോട്ട് ഒരു ബിയറൊക്കെ അടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല തണുപ്പ്. ഇപ്പോൾ 10 ഡിഗ്രി 11 ഡിഗ്രി ആയിട്ട്. അതുകൊണ്ടാണ് തോന്നുന്നത് ഇത് മറ്റേ നല്ല ചൂടുള്ള പോലെ. നമ്മൾ സാധാരണ ബിയർ അടിക്കും, ബിയർ നല്ല തണുപ്പായിരിക്കും. ഇത് നല്ല ചൂടുള്ള ബിയർ. മൂഡ് തന്നെ കേട്ടോ. ഈ വ്യൂവിൽ ഇരുന്നിട്ട് വെറുതെ ഈ വ്യൂ ഉള്ള സ്ഥലങ്ങൾ ആൾക്കാർ പൈസ കൂടുതലായിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്യും. അത് മേലേന്ന് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരു ലിഫ്റ്റോ എലിവേറ്ററോ എന്തോ സെറ്റപ്പ് ഉണ്ട് അവിടെ. കഴിഞ്ഞ ഞാൻ വന്നപ്പോൾ പോയിണ്ടായിരുന്നു. മേലേക്ക് കയറിയോ? ഈ ഗിംബിളി എല്ലാ പണ്ടാറും കൂടിയിട്ട് ഞാൻ ഈ ഈഫൽ ടവറിന്റെ മേലെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ജോൺ വിക്കിന്റെ ഒക്കെ അടി വന്നതൊക്കെ. അതെ, ഞാനൊക്കെ വന്നതിന് ശേഷം ജോൺ വിക്കൊക്കെ വന്നിട്ടുള്ളൂ. ഞാൻ അതിനു മുമ്പിൽ ഫീൽഡിൽ ഉണ്ടായിരുന്നു. പണ്ട് വിട്ട സീനാണ് അത്. 5 മിനിറ്റ് ഉണ്ട്. താളത്തിനൊക്കെ ഡാൻസ് കളിക്കുന്നു. മോനെ ഒരു 2 ബിയറൊക്കെ അടിച്ചപ്പോ നല്ല ചില്ലായി. നമ്മളിതാ വീട്ടിലേക്ക് പോകുന്നു. ഗ്ലാഡ്വിനെ അങ്ങനെ നമ്മൾ ശരി നാട്ടിൽ പോകുന്നു. പിന്നെ ഈ ഫീൽ ടവർ കൂടി കാണിച്ച് കട്ട്. അപ്പോൾ പോവാണ്. വണ്ടി വന്നു പോവാണ്. ബൈ. നമ്മൾ പാരീസ്, നമ്മൾ എയർപോർട്ടിൽ
എന്താണോ പാർക്കിംഗ് ആണോ? ആ പാർക്കിംഗ് ഉണ്ട് അവിടെ. പാർക്കിംഗ് വണ്ടികളെ കൊണ്ടുകയറുന്നു. സൺറൈസ് ഞാനില്ലേ രാവിലെ നല്ല ഉറക്കപ്പിച്ചിലായിരുന്നു. അപ്പോൾ രാവിലെ ഇങ്ങനെ ക്യാബ് ബുക്ക് ചെയ്തു. അതിൽ കയറി എന്താ പറയുക, ഈ ഇയർഫോൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദി പാട്ടുകളൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ രാവിലെ തന്നെ ഉറക്കപ്പിച്ചിൽ കട്ടായതുകൊണ്ട് ഹിന്ദി പാട്ടുകളൊക്കെ വെച്ച് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, അതിൻ്റെ സിനിമ വിഷ്വൽസും ഹിന്ദി പടത്തിൻ്റെ അതായത് ആ ലൂപ്പിലൊക്കെ പെട്ട് ഇങ്ങനെ മറ്റേ സൺറൈസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരിക. അങ്ങനെ വന്ന് പേയ്മെൻറ്റൊക്കെ ഓൾറെഡി ചെയ്തായിരുന്നു. അതുകൊണ്ട് കാറുകാരുടെ അടുത്തൊന്നും പറഞ്ഞില്ല, ഒരു താങ്ക് യു പറഞ്ഞു. അയാൾ തിരിച്ചു പറയുന്നതൊന്നും കേൾക്കണം ഇയർഫോൺ വെച്ചിട്ട്. അപ്പോൾ ഉള്ളിലേക്കൊക്കെ കയറുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക, പാസ്പോർട്ട് ഇങ്ങനെ കാണിച്ച് പോയാൽ മതി. ചെക്കിൻ്റെ അവിടെ മറ്റൊരു യൂറോപ്യൻകാരനായിരിക്കണം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ എൻ്റെ ഇയർഫോൺ ഓഫാക്കി. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇത് കൊടുത്തപ്പോഴത്തേക്ക് പുള്ളീൻ്റെ അടുത്ത് പക്ഷേ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇന്ത്യനാണ് മനസ്സിലായിരുന്നു. പക്ഷേ പുള്ളി ഇത് പറഞ്ഞപ്പോൾ ഞാൻ മറ്റേ ഹിന്ദി മൂഡിലാണ്. എനിക്ക് മറ്റേ തമിഴ് സിനിമയൊക്കെ കാണില്ലേ ആ മൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് സിനിമയിൽ ഏത് രാജ്യത്ത് പോയാലും എല്ലാവരും തമിഴ പറയുക. അതേമാതിരി ഞാൻ അവിടെ ചെന്നപ്പോൾ അയാൾ നമസ്തേ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ സോറി നമസ്തേ നമസ്തേ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം തുടങ്ങി. അത്ര ഉള്ളു. അത് വലിയ കഥയൊന്നുമില്ല. ഞാൻ തോന്നിയപ്പോൾ പറയാൻ തോന്നുന്നു. അത്ര കളികൾ കഴിഞ്ഞു. ബൂഡാപെസ്റ്റിൽ